നമസ്കാരം, ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഞാൻ നാദിറ മേറി. സാധാരണ ജനങ്ങളുടെ ആശ്രയമാകേണ്ട മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നിരന്തരം അനാസ്ഥയുടെ വാർത്തകൾ കേട്ട ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാത്തതിൻ്റെ പേരിൽ ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്ന് ഗതികെട്ട് തുറന്നു പറഞ്ഞത് അവിടുത്തെ തന്നെ ഡോക്ടറാണ്. അതിന് പൂർണ്ണ പരിഹാരമാകും മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിൻ്റെ മരണം. 2 മക്കൾക്കും പ്രായമായ അമ്മയ്ക്കും രോഗിയായ ഭർത്താവിനും ആകെ ആശ്രയമായിരുന്നു ബിന്ദു. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ജോലി വാങ്ങിക്കൊടുത്ത മകൻ്റെ ആദ്യ ശമ്പളം കയ്യിൽ വാങ്ങാനാകാതെ, മകളെ നേഴ്സ് യൂണിഫോമിൽ കാണണമെന്ന വലിയ ആഗ്രഹം സാധിക്കാതെ ബിന്ദു യാത്രയായി. എന്തു കൊടുത്താൽ ആ കുടുംബത്തിന് നഷ്ടപരിഹാരമാകും? ബലക്ഷയമുള്ള കെട്ടിടമാണെന്നും ഉപയോഗിക്കാനാകില്ല എന്നൊക്കെ പറഞ്ഞ് കൈമലർത്തിയ മന്ത്രിമാരും അധികാരികളൊക്കെ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് പിന്നീട് തെളിഞ്ഞു. അപകടമുണ്ടായ ഉടനെ പുതിയ ബ്ലോക്കിലേക്ക് രോഗികളെ മാറ്റി. പുതിയ കെട്ടിടം ഇത്രത്തോളം സജ്ജമായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ജനങ്ങളെ കൊലക്കി കൊടുത്തത്? എന്തിനാണ് ഒരു ഭാഗ്യപരീക്ഷണം? രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും അപ്പുറം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു സർക്കാരിൻ്റെ കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് 3 ഇവിടെ തുടങ്ങുന്നു. ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ അതിഥി കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ ക്യൂർ മനുഷ്യരുടെ ദൃശ്യതയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകയും സിനിമാ താരവും ഒക്കെ ആയിട്ടുള്ള ശ്രീമയാണ്. സ്വാഗതം ശ്രീമയെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേയധികം മേഖലകളിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഇത്തരം തിരക്കേറിയ ജീവിതത്തിനിടയിലും ഇത്തരം ഇടങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? സത്യം പറഞ്ഞാൽ തിരക്കേറിയ ജീവിതം ഇത്തരം മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്നതാണെന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹം. കാരണം മുമ്പ് ആരും അറിയാത്ത അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു ജീവിതമായിരുന്നു എൻ്റേത്. മാറിയതിന് ശേഷമാണ്, എൻ്റെ സ്വത്വബോധത്തിലേക്ക് ഞാൻ മാറിയതിന് ശേഷമാണ് എൻ്റെ മനുഷ്യർക്കിടയിലുണ്ടായ പ്രശ്നം അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി കൂടുതൽ അവബോധം ഉണ്ടാവുകയും അവർക്കിടയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ശ്രദ്ധിക്കപ്പെടലുണ്ടാകുന്നതും ഈ പറയുന്ന തിരക്ക് പിടിച്ച ജീവിതമൊക്കെ ഉണ്ടാകുന്നതും ഒരുപാട് സന്തോഷമാണ്. കാര്യം നമ്മുടെ മനുഷ്യരെ അപ്ലിഫ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിൽ ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനൊക്കെ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് നിങ്ങളൊക്കെ ഒട്ടനവധി മേഖലകൾ സജീവമായിട്ട് നിന്നതിൻ്റെ പേരിലാണ് എനിക്കൊക്കെ കമ്മോട്ട് ചെയ്യപ്പെടേണ്ടി വന്നത്. അപ്പം ഉറപ്പായിട്ടും ആ സന്തോഷമൊക്കെ പങ്കുവയ്ക്കുകയാണ്. ഒരു സാധ്യത കൂടി നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം നമ്മൾ മുന്നോട്ട് പോകുന്ന ജനങ്ങളാണ്. എല്ലാ മേഖലയും കേരളത്തെ സംബന്ധിച്ചും മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയായ രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കുന്ന ആളുകളാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത്തരത്തിലൊരു മാറ്റം സംഭവിച്ചു വരുന്നുണ്ടോ, അതോ നമ്മൾ പിറകോട്ട് പോകുന്ന മനുഷ്യരായിട്ട് മാറുന്നുണ്ടോ? ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇപ്പം അത്രയും വിസിബിൾ അല്ലാതിരുന്ന ഒരു കമ്മ്യൂണിറ്റി പെട്ടെന്ന് വളരെ നല്ല വിസിബിലിറ്റിയോടെ മുന്നോട്ട് വരികയും പല പോക്കറ്റുകളിലും ഒരുപാട് ആളുകൾ, അവരുടെ എണ്ണത്തിൽ തന്നെ ഒരുപാട് ആളുകളുടെ ആ ഒരു ദൃശ്യത പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ പ്രകടമാവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലായിടത്തും നമുക്കൊരു ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ഇല്ല. അതൊരു മനുഷ്യരുടെ കാര്യത്തിലും ഇല്ല. അപ്പോൾ പ്രതിഷേധങ്ങളാകുമ്പോഴും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളാകുമ്പോഴും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ താല്പര്യങ്ങളുണ്ടാകും. അതിനനുസരിച്ചായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ചില സമയത്ത് നമ്മളിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ പോലും ഭയങ്കര പ്രതികരിക്കപ്പെടുകയും അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അത് ഒരു ദൃശ്യത കൂട്ടുന്നതിലേക്ക് അത് നയിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കത് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാക്കി തരുന്നു എന്നുള്ളതിനാണ്. അത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വീകാര്യത പതുക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഉറപ്പായിട്ടും. അപ്പം ശ്രീമയെ സൂചിപ്പിച്ച പോലെ വളരെ മൈനോറിറ്റി ഉള്ളൊരു വിഭാഗം മനുഷ്യരാണ് നമ്മളൊക്കെ തന്നെ. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ ചെയ്യുന്നതൊക്കെ തന്നെ നമ്മളെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട് എന്നുള്ളൊരു ചൂണ്ടിക്കാണിക്കൽ കൂടി ഇവിടെയുണ്ട്, അല്ലേ? അപ്പം നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ കൊട്ടാരക്കരയിൽ വലിയൊരു പ്രതിഷേധം ട്രാൻസ്ജെൻഡർ മനുഷ്യർ അവിടുത്തെ ആളുകൾക്കുണ്ടായ ബുദ്ധിമുട്ടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സമരം നടത്തിയിരുന്നു. പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കമുള്ള വാർത്തകളായി വരുന്ന സമയത്ത് നമ്മളെയൊക്കെ തന്നെ, പുറമേ നിൽക്കുന്ന മനുഷ്യരൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് ശ്രീമയുടെ വ്യക്തി ജീവിതത്തെയോ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് വ്യക്തി ജീവിതത്തിനെയും സാമൂഹ്യ ജീവിതത്തിനെയൊക്കെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത്. കാരണം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന
ഒരാൾ എന്ന നിലയിൽ ഒരുപാട് ആളുകൾ നമുക്ക് സംശയങ്ങളും കുറ്റപ്പെടുത്തലുകളും ചോദ്യങ്ങളും ഒക്കെ നമുക്ക് നേരെ ഉണ്ടാകാറുണ്ട്. ഇതിനെ രണ്ട് രീതിയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. കാര്യം അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായ സമയത്ത് അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പല യുവജന സംഘടനകളും അതുപോലെ തന്നെ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും അതിലും ഭയാനകരമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നത് ഞാൻ കണ്ടു. പക്ഷേ അവിടെ ഒന്നും ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ഭയങ്കര ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഭയങ്കര ഒരു ശ്രദ്ധയോ ഞാൻ കണ്ടില്ല. പക്ഷേ അതാണ് അവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ആരെ കാണിക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് മനുഷ്യരുടെ കാര്യങ്ങൾ കാണിക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത്. ശ്രദ്ധ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൂ. പക്ഷേ ആ ശ്രദ്ധ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയി മാറി എന്നുള്ളതിലാണ് ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഉണ്ടായത് തന്നെ ഒരു പ്രതിഷേധമാണ്, ഒരു പ്രതിഷേധ സമരമാണ്. ഞാൻ അത് ലൈവ് തുടങ്ങിയ മുതലേ തന്നെ ഞാൻ പല മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ അതിൻ്റെ ഒരു സ്വഭാവം പതുക്കെ പതുക്കെ മാറുന്ന തലത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കുകയും ഞാൻ അവിടെ അതിന് പങ്കെടുക്കുന്ന പല ആളുകളെയും വിളിക്കാനും അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പലരും ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്കാർക്കും എടുക്കാൻ സാധിച്ചില്ല. ഒരു എക്സിക്യൂഷൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു പ്രതിഷേധം നടത്തുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. ആ ലക്ഷ്യബോധമില്ലാതെ പോയതിൻ്റെ ഒരു പ്രശ്നമാണ് അതൊരു കലഹത്തിലേക്കും പ്രശ്നത്തിലേക്കും പിന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന തലത്തിലേക്കൊക്കെ പോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊതുവെ പൊതുസമൂഹത്തിന് വലിയൊരു സംശയമുണ്ട്. കാരണം ഞാനും ശ്രീമയോ അടക്കമുള്ള മനുഷ്യരൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങളുടെയൊക്കെ ഭാഗമായ ആളുകളാണ്. ഇതൊരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമായിട്ടാണോ ഈ പ്രതിഷേധം നടത്തിയത്, അതോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിരുന്നോ ഈ പ്രതിഷേധം ഉണ്ടായിരുന്നത്? അത് സത്യം പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഉണ്ടായതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഇപ്പോൾ നമുക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് ചെയ്യുക, നമുക്കത് കോടതിയിൽ നിന്ന് സമൻസ് വരിക, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെ തുടർന്ന് നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ നമ്മൾ നിയമപരമായിട്ട് തന്നെ നേരിട്ട് നമ്മൾ നിരപരാധികളാണ് എങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ്. അത് നമ്മൾ ചെയ്യുക എന്നാണ്. അല്ലാതെ നമ്മൾ അതിനെതിരെ നമ്മളിപ്പം റോഡിൽ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം നടത്തിയെന്ന് ഒരു കാര്യമില്ല. കാരണം കോടതിയിൽ പോയി കഴിഞ്ഞു ആ കേസ്, അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അതിൻ്റെ വേണ്ടത്ര ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ വേണ്ടത്ര ഒരു നോളജ് ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചു പോയ ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ അതിൽ പെട്ട ആളുകൾ നിരപരാധികളായിരിക്കാം അല്ലെങ്കിൽ നിരപരാധികളല്ലായിരിക്കാം. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ ഈ നിയമവ്യവസ്ഥയെ, നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിന് ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ് എന്നോ അങ്ങനെ ഒന്നും ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അത് റെസ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. അതിലൊരു വീഴ്ചയുണ്ടായി അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് മറ്റുള്ള ആളുകളുടെ ഒരു ഉപദേശം ചോദിച്ചിട്ട് ചെയ്തില്ല, അതുകൊണ്ട് സംഭവിച്ചതായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും ഞാനടക്കമുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് ഇത് ഒരു കൂട്ടം മനുഷ്യർക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അത് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ അവകാശ പോരാട്ടമായിട്ട് ഇതിനെ കാണരുത് എന്നുള്ള വലിയൊരു റിക്വസ്റ്റും കൂടി നമ്മൾ ഇതിലോട്ട് മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെല്ലാവരും ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. മാത്രമല്ല കേരളത്തിനകത്ത് നമ്മൾ കുറച്ചും കൂടെ സേഫാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ ഇടത്ത് നമ്മൾ കാണുന്നത് മറ്റുള്ള മനുഷ്യർക്ക് പോലും എന്ന് പറയുമ്പോൾ പോലീസുകാർക്ക് ഇല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പബ്ലിക്കിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചായിരുന്നു അവിടുത്തെ കൊട്ടാരക്കരയിലുള്ള ട്രാൻസ്ജെൻഡർ മനുഷ്യർ നടത്തിയിരുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിന് വലിയൊരു വിയോജിപ്പ് രേഖപ്പെടുത്താനുണ്ട്. നമുക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, പക്ഷേ ആ സമരത്തിനൊരു പരിധിയുണ്ട്, ആ സമരത്തിനൊരു നിയമമുണ്ട്. ആ നിയമത്തിനകത്ത് നിന്ന് മാത്രമേ നമുക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ. എൻ്റെ ഈ വ്യക്തിപരമായ അഭിപ്രായത്തോട് ശ്രീമ യോജിക്കുന്നുണ്ട്? അല്ല, ഓരോരുത്തർക്കും ഇപ്പം നേരത്തെ നാദിറ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അവകാശ പോരാട്ടമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അവകാശ പോരാട്ടത്തിൻ്റെ മാനം വേറൊരു തലമാണ്. ഇത് കുറച്ച് വ്യക്തികൾക്കുണ്ടായ ഒരു പ്രശ്നം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ ഗ്യാദർ ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രൊട്ടസ്റ്റായിട്ട്. പക്ഷേ ആ പ്രൊട്ടസ്റ്റിൻ്റെ ഗതി എങ്ങോട്ട് പോകണം, ഏത് രീതിയിൽ നിശ്ചയിക്കണം, ഏത് രീതിയിൽ അവസാനിപ്പിക്കണം എന്നുള്ള യാതൊരുവിധ, അതായത് അതിനൊരു കൃത്യമായിട്ടുള്ള എക്സിക്യൂഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രൊട്ടസ്റ്റിന്. അതുകൊണ്ടാണ് അത് വഴിമാറിപ്പോയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി ശരിയായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും അത് അഡ്രസ്സ് ചെയ്ത രീതി എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതി തന്നെയാണ്. അതിനെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി കളിയാക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന രീതിയിലുണ്ടായ പാളിച്ചകളാണ് അതിനെ ആ രീതിയിലേക്ക് നയിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു അവകാശ പോരാട്ടമായിട്ട് ഞാനും കാണുന്നില്ല. ചില വ്യക്തികളുടെ ഒരു പ്രശ്നത്തിന് സോൾവ് ചെയ്യാനുള്ളൊരു കാര്യമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ അവിടെയും അപ്പോഴും എനിക്ക് തോന്നുന്നു കൊല്ലം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതിൽ ഇടപെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് പോലും അത് നടന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടാണ് ഞാൻ. ഒരു രസകരമായ ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ നിലവിലുള്ള സാമൂഹ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ സെലിബ്രിറ്റിയാണ് അവകാശപ്പെടുന്ന ഒരു മനുഷ്യരും സമരത്തിൻ്റെ ഭാഗമായിരുന്നില്ല. എന്തുകൊണ്ടാണ്?
അതാണ് അത് ഇപ്പോൾ ഇതൊരു പ്രാദേശികപരമായിട്ടുള്ളൊരു പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. കൊട്ടാരക്കര എന്ന് പറയുന്ന ഭാഗത്ത് താമസിക്കുന്ന കുറച്ച് ട്രാൻസ് മനുഷ്യർ, അവർക്ക് ഇടയിലുണ്ടായ ഒരു പ്രശ്നം, അതൊരു പ്രാദേശിക പ്രശ്നമാണ്. അത് അഡ്രസ്സ് ചെയ്യുക, അതിന് കേരളത്തിൻ്റെ മുഴുവൻ പ്രശ്നമായിട്ട് പർവ്വതീകരിച്ചത് അത് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് തെറ്റായിട്ടുള്ള രീതിയാണ്. അതൊരു കാരണം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ അത് കേരളത്തിൻ്റെ പ്രശ്നമായിട്ട് മാറ്റുന്നത് പോലെ അത് മുഴുവൻ ട്രാൻസിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ട്രാൻസ് മുഴുവൻ ഇൻവോൾവ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളിൽ തന്നെ പലരും ഈ ഒരു ഇഷ്യൂവിന് ശേഷം വ്യക്തിപരമായിട്ട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ സമരത്തിന് പോയില്ലേ, നിങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു അടക്കമുള്ള ആൾക്കാർ നിരന്തരം കേൾക്കേണ്ടി വരുന്ന ഒരു വാക്കാണ് നിങ്ങൾ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ളത്. അപ്പോൾ അതിന് കൃത്യമായ മറുപടിയാണെന്നുള്ളത്. ഇത് വളരെ വ്യക്തിപരമായിട്ട് ഒരു കൂട്ടം മനുഷ്യർക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അത് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ അല്ല, ഒരിക്കലും അങ്ങനെ കാണാൻ പാടില്ല, അതിനെ ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നടക്കുന്ന ഒരു സമരം ചിലപ്പോൾ ആ ഭാഗത്തെ മുഴുവൻ ആളുകളുടേതായിരിക്കും, അല്ലെങ്കിൽ ചില വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും. അതിനെ നമ്മൾ ജനറലൈസ് ചെയ്യാറില്ല. അതുപോലെ ഈ ട്രാൻസ് മനുഷ്യരുടെ എവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റുകളാണെങ്കിലും അതിന് മുഴുവനായിട്ട് നിങ്ങളിങ്ങനെ ജനറലൈസ് ചെയ്യുക. അല്ലെങ്കിൽ എവിടെ നടക്കുന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ പോലും അതിനെ മുഴുവൻ ജനറലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഉറപ്പായിട്ടും ഇത് കുറച്ചും കൂടി ചർച്ചയ്ക്ക് ആകുന്നൊരു വിഷയമായിട്ട് മാറുന്നത് സോഷ്യൽ മീഡിയയുടെ വലിയൊരു കടന്നുകയറ്റം ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ അവിടെയൊക്കെ തന്നെ ഇവർക്കെതിരായിട്ടാണ്, ഇവരെ മോശക്കാരായിട്ട് കാണിക്കുന്ന രീതിയിലാണ് വിഷ്വൽസ് ഒക്കെ പുറത്തു വന്നത്. അത് നമുക്ക് ഈ വ്യക്തിപരമായ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചും കൂടി നമ്മൾ ഈ കാലഘട്ടം കടന്നു പോകുന്ന സമയത്ത് എങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ദൃശ്യതയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണോ സോഷ്യൽ മീഡിയ കടന്നു പോകുന്നത്? നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവർക്ക് പോലും അവരുടെ സമകാലീനമായിട്ടുള്ള, അതായത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പല ആളുകളിൽ നിന്ന് പോലും ഒരുപാട് പ്രശ്നങ്ങൾ, സോഷ്യൽ മീഡിയയിൽ തന്നെ ചേർന്ന് നിൽക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാൾ പോലെ തന്നെയാണ്. അതിന് അവർക്ക് നമ്മളെ വളർത്താനും അവരെ നമുക്ക് തളർത്താനും ഒക്കെ അവർക്ക് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ്. ഇത് പലതരത്തിലുള്ള മിസ് ഇൻഫർമേഷൻസ് സമൂഹത്തിൽ കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് സോഷ്യൽ മീഡിയ വഹിക്കുന്നുണ്ട്. അതിനൊരു കൺട്രോളിങ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാര്യം നമുക്ക് എന്തും നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പറയാം, പക്ഷേ അത് തെറ്റായ ഇൻഫർമേഷൻസ് ആണെങ്കിൽ അത് ശരിയുള്ള കാര്യമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് ബന്ധപ്പെട്ട് കൊട്ടാരക്കരയിൽ തന്നെ ബോഡി ഷെയ്മിങ്ങിൻ്റെയും അങ്ങേയറ്റത്തെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ്റെയും ഒക്കെ വാചകങ്ങൾ പല വീഡിയോസിന് താഴെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് നമുക്കൊരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഒരാളോട് പ്രശ്നമുണ്ടായാൽ പോലും അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നടത്തിക്കൊണ്ടും അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ടും ഒക്കെ ആളുകൾ സംസാരിക്കുക എന്ന് പറയുന്നത് അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനെതിരെയൊക്കെ പോരാടുന്ന മനുഷ്യരാണ് നമ്മൾ. ഇപ്പം നമ്മളിപ്പോൾ നിലവിൽ സിനിമാ മേഖലയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ആളുകൾ അംഗീകരിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യർ ചെയ്തു വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് കാതൽ പോലുള്ള സിനിമകളൊക്കെ തന്നെ കേരളത്തിൽ വലിയൊരു മാറ്റം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മരണമാസം പോലുള്ള സിനിമകൾ, ഇല്ലെങ്കിൽ ഇപ്പം നിലവിലിറങ്ങിയ കൂടൽ എന്ന സിനിമ ഒക്കെ തന്നെ GCCയിൽ ബാൻ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ സാധാരണ ആളുകളെ പോലെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് അത് വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഞാൻ പലപ്പോഴും ഇതിനെ കാണുന്നത്. ശ്രീമയുടെ അഭിപ്രായം എന്താണ്? നമ്മളെയൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ ഒരു നിയമമാണ് അവിടെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ലേ? തീർച്ചയായിട്ടും കല എന്ന് പറയുന്നത് ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. ചിലപ്പോൾ അതാത് രാജ്യങ്ങളുടെ നിയമവ്യവസ്ഥിതിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മനുഷ്യരായിരിക്കും. പക്ഷേ കല കൊണ്ട് ഒരു സമൂഹത്തിനെ നമ്മൾ ഒരുപാട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, അല്ലേ? സമൂഹം ഉദ്ധരിക്കപ്പെടുന്നതിലൊക്കെ ഈ കലയ്ക്ക് ഒരുപാട് സാന്നിധ്യമുണ്ട്, കലകൾക്കും കലാപ്രവർത്തകർക്കും എല്ലാം. അപ്പോൾ അത്തരം മനുഷ്യരെ അല്ലെങ്കിൽ അവർ ഇൻവോൾവ് ആവുന്ന തലങ്ങളെ നിരോധിക്കുന്ന ആ ഒരു തീരുമാനത്തിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. കാരണം അവർ ഒരു തലത്തിൽ ഈ പറയുന്ന മനുഷ്യരെ നിരോധിക്കുമ്പോൾ തന്നെ മറ്റ് ഇപ്പം വളരെ വയലൻ്റ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ പല സിനിമകളിലും കാണിക്കുന്നുണ്ട്. അത്തരം സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിൽ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഇത്തരം ട്രാൻസ് മനുഷ്യർ ഉൾപ്പെടെ LGBT മനുഷ്യർ ഉൾപ്പെടെ ഉള്ളവരുടെ സാന്നിധ്യം ഇവർക്ക് ഭയങ്കര അരോചകമായി മാറുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരിക്കലും തടയപ്പെടേണ്ടതല്ല. കല മനുഷ്യനെ ഉദ്ധരിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കലാകാരെ അങ്ങനെ ആ രീതിയിൽ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉറപ്പായിട്ടും. അപ്പം ഈ വിഷയം സംസാരിച്ചതുകൊണ്ടാണ് വലിയൊരു സന്തോഷം കൂടി ന്യൂസ് 3 പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സീരിയലിൻ്റെ ഭാഗമായിട്ട് ശ്രീമി അഭിനയിച്ചിരുന്നു. അത് വലിയ രീതിയിൽ കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സീരിയൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വിശേഷം നമ്മുടെ ന്യൂസ് 3 പ്രേക്ഷകരായിട്ട് പങ്കുവെക്കും.
തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. ഒരു മെയിൻ സ്ട്രീം ചാനലിൽ ഒരു ട്രാൻസ് മാനായിട്ടുള്ള ആൾ ട്രാൻസ് വ്യക്തികളുടെ മുഴുവൻ സ്റ്റോറി പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു സീരിയൽ പോയിരുന്നത്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചു. അതിൽ ആ കഥാപാത്രം അവതരിപ്പിച്ച കുട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, സംവിധായകന് കിട്ടി. ഒരുപാട് സന്തോഷം. കാരണം കലാമൂല്യമുള്ള ഒരു സീരിയലായിരുന്നു. അതുകൊണ്ടാണ് അതിന് ആ റെക്കഗ്നീഷൻ കിട്ടിയത്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലും അതിൽ തന്നെ എനിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതിലൊക്കെ ഒരുപാട് അഭിമാനമുണ്ട്. പൊതുവെ നമ്മുടെ സമൂഹത്തിന് പല വിധത്തിലുള്ള സംശയമുണ്ട്. ഈ കേരള ക്യൂർ പ്രൈഡ് നടത്തുന്നതിൻ്റെ ആവശ്യമുണ്ടോ? അത് കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടി മാറിയ മനുഷ്യരല്ലേ, ഇനി പ്രൈഡിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പ്രൈഡ് ഒരു കൂട്ടം മനുഷ്യരുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെയൊക്കെ ഫലമാണെന്ന് പറയുന്ന മറ്റൊരു മനുഷ്യരുമുണ്ട്. എന്താണ് ശ്രീമയുടെ അഭിപ്രായം? ഒരിക്കലും അതൊന്നും നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ പ്രൈഡ് മന്ത് എന്ന് പറയുന്നത് തന്നെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്കറിയാം ന്യൂയോർക്കിലെ സ്റ്റോൺവാളിലുണ്ടായ സ്റ്റോൺവാൾ പ്രക്ഷോഭം, അതിൻ്റെ ഒരു റിമംബറൻസ് ആണ് നമ്മൾ ഈ ജൂൺ മാസം പ്രൈഡ് മന്തായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ പ്രൈഡ് മാർച്ച് നടത്തുന്നത് ഇതൊരു അടയാളപ്പെടുത്തലാണ്. ഇത്തരം മനുഷ്യരിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇന്ന അവകാശങ്ങളുണ്ട്, ഈ അവകാശങ്ങളെല്ലാം നമുക്ക് സ്ഥാപിച്ച് തരണം അല്ലെങ്കിൽ സ്ഥാപിച്ച് കിട്ടണം എന്നുള്ളത് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം മനുഷ്യർ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഈവൻ്റാണ് പ്രൈഡ് മാർച്ച് എന്ന് പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ 13ാമത് കേരള ക്വയർ പ്രൈഡ് നമുക്ക് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞു. അടുത്ത പ്രൈഡിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് 13 വർഷം ആവുന്നതേ ഉള്ളൂ കേരളത്തിൽ പോലും നമ്മൾ പ്രൈഡ് ആചരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പ്രൈഡിന് വലിയൊരു ചരിത്രമുണ്ട്. അമേരിക്കയിലാണ് സത്യം പറഞ്ഞാൽ ഈ പ്രൈഡ് മാർച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് ഒരു വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് അമേരിക്ക. അതുപോലെ ഒരു വലിയൊരു ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാവണം, അത്തരം മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു ഇടമുണ്ടാവണം. അപ്പോൾ അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വത്വം അംഗീകരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ രീതികൾ, നമ്മുടെ ജീവനെ തന്നെ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞ ഇത്തരം മനുഷ്യർ പ്രൈഡ് മാർച്ചുകൾ നടത്തുന്നത്. ഇപ്പോൾ ചെന്നൈയിലും അതുപോലെ തന്നെ മുംബൈയിലും ഡൽഹിയിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം പ്രൈഡ് മാർച്ചുകൾ നടക്കുന്നു. കേരളത്തിൽ നമ്മൾ കേരള പ്രൈഡ് മാർച്ച് എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും നടത്തുന്ന ഒരു ഈവൻ്റായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും നടത്തപ്പെടേണ്ട ഒന്നാണ്. നമ്മുടെ മാനവീയം ഫസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ വർഷവും തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക വേദിയായിട്ടുള്ള മാനവീയത്തിൽ നടത്തുന്നതാണ്. അത് ഈ വർഷവും നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ നടത്തുന്ന ആ ഒരു തലത്തിലേക്ക് എത്തുന്നുണ്ട്. അതെ, അതിൽ എനിക്കൊരു സന്തോഷം പങ്കുവയ്ക്കാനുള്ളത് 2018 മാനവീയം ക്യൂർ ഫെസ്റ്റിൻ്റെ ഫാഷൻ ഷോയുടെ ടൈറ്റിൽ വിന്നറാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതായിരുന്നു. തീർച്ചയായും. അപ്പോൾ പൊതുവേ സമൂഹത്തിനൊരു വിചാരമുണ്ട്, ഈ കേരള ക്യൂർ പ്രൈഡൊക്കെ തന്നെ നമ്മൾ അടങ്ങുന്ന ക്യൂർ മനുഷ്യരുടെ മാത്രം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്, ഇല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റാണ്, ഇല്ലെങ്കിൽ ആഘോഷമാണ്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ക്യൂർ എന്ന് പറയുന്നത് എല്ലാ വിഭാഗം മനുഷ്യരും കൂടി ചേരുന്ന ഒരിടത്താണ് അത് സംഭവിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ കുറച്ച് മുന്നേ സംഭവിച്ച ഒരു വിവാദപരമായൊരു ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുകയാണ്. ഈ വിവാഹം കഴിഞ്ഞ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയായിട്ടുള്ള ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അതിൽ ശ്രീമി കൃത്യമായ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് ലൈവിലൊക്കെ വന്നിരുന്നു. എന്താണ് അഭിപ്രായം എന്ന് പ്രേക്ഷകരുടെ അടുത്തൊന്ന് പറയാം? അല്ല, സെക്സും സെക്ഷുവാലിറ്റിയും ജെൻഡറും വ്യത്യസ്തമായിട്ടുള്ള 3 കോൺസെപ്റ്റുകളാണെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ എല്ലാവർക്കും അതിനെപ്പറ്റി ആത്യന്തികമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസ്താവന നടത്തുമ്പോൾ, നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് എത്ര മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുമെന്നും കൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സോഷ്യൽ ആക്ടിവിസ്റ്റും ട്രാൻസ് മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളും കൂടെ ആയതുകൊണ്ട് തന്നെ അത്തരം പ്രസ്താവനകൾ കേൾക്കുമ്പോൾ നമ്മൾ മൗനമായിട്ടിരുന്നാൽ നമ്മൾ മറ്റൊരിടത്ത് ഒരു ക്ലാസ്സോ മറ്റോ നയിക്കാൻ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഒരു ലൈവിലൂടെ വന്ന് എൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയത്. കാരണം വിവാഹമെന്ന് പറയുന്നത് 2 മനുഷ്യർ കൂടിച്ചേരുന്നൊരു ഇതാണ്. ഇപ്പം നമ്മുടെ ക്യൂർ മനുഷ്യർക്കിടയിൽ പോലും വിവാഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കെ വിവാഹം കഴിഞ്ഞ ട്രാൻസ് മനുഷ്യരെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു പ്രസ്താവനയാണ്. കാര്യം ഒരാളുടെ വിവാഹ നിലയും ആ ആളുടെ ജെൻഡർ എന്ന് പറയുന്നതും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ജെൻഡർ അയാളുടെ ഉള്ളിൽ തന്നെ ജനിക്കുന്ന സമയം മുതലേ തന്നെ ഉള്ളതാണ്. ചിലപ്പോൾ അവർക്ക് സമൂഹത്തിൻ്റെ ചില കെട്ടുപാടുകൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈംഗിക അഭിരുചി കൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള പാർട്ട്നേഴ്സിനെ സ്വീകരിക്കാനുള്ള അവകാശമൊക്കെ ഇവിടെയുണ്ട്. ആ രീതിയിൽ അവർ ചിലപ്പോൾ മുന്നോട്ട് പോയിരിക്കാം. പക്ഷേ എന്ന് വെച്ച് അവരുടെ ഐഡൻറ്റിറ്റി തുറന്നു പറഞ്ഞുകൊണ്ട് ആത്മാഭിമാനത്തോടെ പുറത്തു വരാൻ
അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ നമ്മുടെ ഒരു തെറ്റായ പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മിസ് ഇൻഫർമേഷനിലൂടെ സൊസൈറ്റിയെ തെറ്റായി ചിന്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരു വലിയ മനുഷ്യരുടെ ജീവിതത്തിനെ ബാധിക്കുന്നതാകും. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ വേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വിവാഹത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇനി ശ്രീമയുടെ വിവാഹം ഉടനെ ഉണ്ടാകുമോ? വിവാഹം എന്ന് പറയുന്നത് അതൊക്കെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നടക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പറയുന്ന സോ കോൾഡ് ഈ പറയുന്ന വിവാഹത്തിൻ്റെ കെട്ടുപാടിലൊന്നും വിശ്വസിക്കാത്ത ആളാണ് ഞാൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പം വളരെ ലോങ് ആയിട്ട് നമ്മളെ കൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരാളെ കൂടെ കൂട്ടുന്നതാണല്ലോ സത്യം പറഞ്ഞാൽ വിവാഹം എന്ന് പലരും നമ്മുടെ സമൂഹത്തിൽ പറയുന്നത്. അത് ചിലപ്പോൾ ഭാവിയിലുണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം, അതൊക്കെ ഭാവിയിലെ കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു മനോഹരമായ കോൺസെപ്റ്റിനോട് എനിക്ക് ഒരുപാട് യോജിപ്പും സന്തോഷവും മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. നിലവിൽ നമ്മൾ മാധ്യമങ്ങളൊക്കെ കാണുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ടോത്തോയിൻ എടുത്തിട്ടൊരു പ്രമുഖമായിട്ടുള്ള നടി മരിക്കുകയുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ട്രാൻസ്ജെൻഡർ മനുഷ്യരൊക്കെ തന്നെ കുറേ അധികം കോസ്മെറ്റിക് സർജറികൾ ചെയ്യുന്ന ആളുകളാണ്, ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെയാണെന്ന്. അതിനോട് എങ്ങനെയാണ് ശ്രീമി നോക്കിക്കാണുന്നത്? അല്ല, ഈ സൗന്ദര്യം എന്ന് പറയുന്ന സങ്കല്പം തന്നെ മാറേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളതാണ്. നമ്മൾ പതുക്കെ അത് മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാ തലങ്ങളിലും ഒക്കെ. ഇപ്പോൾ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് അത് ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത്. പക്ഷേ ഞാൻ ഒരു ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വളരെ പഴയ ഫിലിം ഫെസ്റ്റിവലിലാണ്, തമാര എന്ന് പറഞ്ഞിട്ട് ഒരു പടം കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് ഈ കോസ്മെറ്റിക് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ പറയുന്നുണ്ട്. സർജറീസായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെയും നല്ല വശവും ദൂഷ്യവശവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ട്രാൻസ് മനുഷ്യർ സാധാരണ ജനറൽ ആയിട്ടുള്ള മനുഷ്യരെ വച്ച് നോക്കുമ്പോൾ ഇത്തരം കോസ്മെറ്റിക് സർജറികൾ ചെയ്യുന്നതിൽ പെർസെൻറ്റേജിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നിൽക്കാം. പക്ഷേ അതല്ല, ഈ സമൂഹത്തിൻ്റെ അളവ് മാതൃകകളിൽ ചേർന്ന് നിൽക്കാൻ വേണ്ടി നമ്മൾ ചിടുന്ന പേടാപ്പാടുകളായിട്ട് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാര്യം പലപ്പോഴും നമ്മൾ ചെല്ലുമ്പോഴും നമ്മുടെ ശാരീരിക ഭാഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഈ പറയുന്ന ഹെറ്ററോസെക്ഷൽ മനുഷ്യർ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് സത്യം പറഞ്ഞാൽ ഏകദേശം നല്ലൊരു ശതമാനം ട്രാൻസ് മനുഷ്യരും ഈ പറയുന്ന സർജറീസ് ഉൾപ്പെടെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും ചെയ്യാത്തൊരവസ്ഥയിലേക്കും പോകാം. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഫിലിം ഇൻഡസ്ട്രിയിലായിക്കോട്ടെ അതുപോലുള്ള ഒരു സെലിബ്രിറ്റി മേഖലയിലാണ് കൂടുതലും കാണുന്നത്. അവിടെയും ഈ പറയുന്ന ഏറ്റവും ഭംഗിയായി നമ്മളെ എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെയും അവർ കാണുന്നത് എന്നുള്ളത്. ഭംഗിയെല്ലാം ശരി തന്നെയാണ്, പക്ഷേ അത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ അവിടെ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ നിലവിൽ നോക്കുന്ന സമയത്ത് AI വീഡിയോ ഒക്കെ തന്നെ വലിയ രീതിയിൽ ഉപയോഗപ്പെടുന്ന രീതിയിൽ നമ്മൾ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ടെക്നോളജി വളരുന്നതനുസരിച്ച് അതൊക്കെ തന്നെ ഉപയോഗപ്പെടുന്ന രീതിയിലൊക്കെ മാറ്റുന്നുണ്ട് ആളുകൾ. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തമാശകൾക്കായിട്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ രൂപത്തിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രകടനത്തിലൊക്കെ തന്നെ AI വീഡിയോകളൊക്കെ വരുന്നുമുണ്ട്. അത് കുറേ അധികം ഷെയർ ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷേ അത് നമ്മളെ വലിയ രീതിയിൽ ബാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നാദർ, അത് ഞാൻ വളരെ ആശങ്കയോടുകൊണ്ട് ഞാൻ അതിനെ കാണുന്നത്. AI എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജിയുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്. പക്ഷേ അവിടെ പോലും ഇതുപോലുള്ള മനുഷ്യരെ താറടിച്ച് കാണിക്കുന്നതിനും സമൂഹത്തിൽ വളരെ മോശപ്പെടുത്തി കാണിക്കുന്നതിനും ഒക്കെയാണ് പലരും ഉപയോഗിക്കുന്നത്. ഇന്ന് ഇത്തരം മനുഷ്യരെ താറടിച്ച് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഇതേ ആളുകൾ തന്നെ നാളെ ഇതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പിന്നോക്ക ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ മാർജിനലൈസ്ഡുള്ള മറ്റ് മനുഷ്യരെ താറടിച്ച് കാണിക്കുന്നതിനും ഈ AI ഉപയോഗിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. അവിടെയും ഉപയോഗിക്കപ്പെടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കൃത്യമായൊരു കൺട്രോളിങ്, ഇത്തരം വെറുപ്പ് കടത്തി വിടുന്ന ഇടങ്ങൾ അതിനെ കൃത്യമായി കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. AI പോലുള്ള നൂതനമായിട്ടുള്ള ആ ഒരു ടെക്നോളജിയൊക്കെ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ മനുഷ്യർക്കിടയിൽ ശത്രുത ഉണ്ടാക്കി അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു രീതി അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ രണ്ടാം പിണറായി സർക്കാരോട് അവസാനിക്കുന്ന ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. പക്ഷേ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരൊക്കെ തന്നെ വലിയ രീതിയിൽ വലിയ ഭാഗമായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളെത്തി. അതിലുള്ള പ്രധാന കാര്യം എന്നുള്ള സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ അതോ പണ്ടത്തെ പോലെ തന്നെ വലിയ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്?
തീർച്ചയായിട്ടും വലിയൊരു മാറ്റം കേരളത്തിലുണ്ടായി. നോക്കൂ, കേരളത്തിൽ ഒരു 10 വർഷമായിട്ടുണ്ടായിട്ടുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ട്രാൻസ് മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ. അതിനു മുമ്പ് ഇവിടെയുള്ള മനുഷ്യർ എവിടെയായിരുന്നു, അല്ലെങ്കിൽ എവിടെയാണ് ജീവിച്ചിരുന്നു എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. കാര്യം നമുക്ക് പറയാൻ ഒരു കൃത്യമായ ഒരു ചരിത്രം പോലും ഇവിടെ ഇല്ലാത്തത് ഇത്തരം മനുഷ്യരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കാതെ ആട്ടിപ്പായിച്ചതുകൊണ്ടാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട് പോലുള്ള, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരം മനുഷ്യർക്ക് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ചരിത്രമാണ് ഇവിടുത്തെ ഹിജറ സമൂഹത്തിനുള്ളതെന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ ഒരു ട്രൈബൽ ഒരു പ്രത്യേക ഒരു ട്രൈബ് കമ്മ്യൂണിറ്റി പോലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഹിസ്റ്ററി ഉള്ളൊരു സമുദായമാണ് അവർ. അപ്പോൾ അതുപോലുള്ള ഒരു ചരിത്രമൊന്നും നമ്മുടെ കേരളത്തിലില്ല. ഒരു 10 വർഷമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ളത്. ട്രാൻസ്ജെൻഡർ പോളിസി വരുന്നു. ആ പോളിസി തുടർന്ന് വന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അവർ കൃത്യമായിട്ട് അത് നടപ്പിലാക്കുന്നു. നമ്മുടെ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ആ ഒരു സർക്കാരിലേക്ക് വന്ന സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ വരുന്നത്, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതിൽ വന്ന മിനിസ്റ്റർമാരെല്ലാം വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്ജെൻഡർ സെല്ല് ഉൾപ്പെടെ വളരെ നല്ല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് മാറ്റം ഇവിടുത്തെ ട്രാൻസ് മനുഷ്യർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ ഞാനോ നാദ്രയോ ഒക്കെ ഇവിടെ വന്ന് വളരെ ഓപ്പണായിട്ട് ഇരുന്ന് വളരെ അഭിമാനത്തോടെ സംസാരിക്കാനുള്ള ഒരു അവസ്ഥ പോലും ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ പോളിസി ഉൾപ്പെടെ സർക്കാർ നല്ലൊരു നയത്തോടു കൂടി വളരെ ശക്തിയോടെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇവിടെ വളരെ അഭിമാനത്തോടെ തലയുയർത്തി സംസാരിക്കാൻ കഴിയുന്നതെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും ഇനിയും കുറേ അധികം ദൂരം സഞ്ചരിക്കേണ്ട ആളുകളാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട് ഈ ഒരു അതിഥി നമുക്കിവിടെ എത്തുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത്. താങ്ക് യു സോ മച്ച് ശ്രീമയ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച കാണാം. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.